ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ ഹിജാബ്. അപ്പോൾ പലരും പല പ്രതികരണം നടത്തുന്നുണ്ട്. ശരിയാണെന്ന് ചിലവർ അത് എതിർത്തിട്ട് ചിലർ അങ്ങനെ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലൊക്കെ ഭയങ്കര വിവാദമായിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് ഹിജാബ്. ആവശ്യമില്ലാത്ത ഒരു വിഷയമാണ് സംഭവം. അപ്പോൾ എന്തായാലും ഇന്ന് അതിന് ഒരു ഉസ്താദ് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ ഉസ്താദിൻ്റെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. ഇഷ്യൂസ് നമ്മുടെ യൂണിഫോമിറ്റി കീപ്പ് ചെയ്യാത്ത ഒരു രീതിയിലുള്ള ഒരു പ്രവേശനമായിരുന്നു ഒരു കുട്ടിക്ക് ഉണ്ടായിരുന്നത്. യൂണിഫോമിറ്റി, നമ്മുടെ സ്കൂൾ യൂണിഫോമിറ്റി, നമുക്ക് പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം ഉണ്ട്, അതനുസരിച്ച് കുട്ടി വന്നില്ല. ഒരു 4 months ഷീസ് ഓക്കെ വിത്ത് ദാറ്റ് യൂണിഫോം. ബട്ട് ഒരു പെട്ടെന്നുള്ളൊരു സുപ്രഭാതത്തിലാണ് കുട്ടി ഈ ഒരു രീതിയിലുള്ള യൂണിഫോം ആയിട്ട് വരുന്നത്. നമ്മൾ പറഞ്ഞതനുസരിച്ച് കുട്ടി അത് മാറ്റി വെച്ചു, ബാഗിൽ വെച്ചു. സ്നേഹത്തോടെയാണ് നമ്മളത് പറഞ്ഞത്. കുട്ടി അത് കേൾക്കുകയും ചെയ്തു. വല്ല കോമഡി പരിപാടി കൊണ്ടിട്ടാലേ പൊളിയായിരിക്കും, കിടുക്കാച്ചായിട്ടോ തകർക്കും. സിസ്റ്റർ ഇത് കേട്ടപ്പോ എനിക്ക് തോന്നിയതേ, ഈ 2 കാലി മന്തുള്ളവൻ 1 കാലി മന്തുള്ളവനെ കളിയാക്കുന്ന പോലെ നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും തോന്നിയതല്ലേ? ഹിജാബ് ധരിച്ച പെൺകുട്ടിയെ പുറത്താക്കുകയും ഇത്രയൊക്കെ വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ അത് പറയാൻ വേണ്ടി മീഡിയക്കാരുടെ മുമ്പിൽ വന്ന ടീച്ചറായ സിസ്റ്ററോ പൂർണ്ണമായും ശിരോവസം ധരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ടീച്ചറെ, നിങ്ങൾക്ക് നിങ്ങളുടെ മതവും അതിലെ മാന്യതയുള്ള ആ വസ്ത്രവും നിങ്ങൾക്ക് വലുതാണെങ്കിൽ ഞങ്ങളെ വല്ലോ അവലൊടുത്ത് വാങ്ങിച്ചാണോ, വല്ല തവിടും മലരും കൊടുത്ത് വാങ്ങിച്ചാണോ, വഴി തങ്ങാണ് കിട്ടിയതാണോ? ഞങ്ങൾക്കും ഞങ്ങളുടെ മതത്തോടൊരു കടമയും കടപ്പാടൊക്കെ ഇല്ലേ? യൂണിഫോം ഒക്കെ ആ കുട്ടി പാലിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ കൂടെ ഒരു ഹിജാബ് ഇട്ടാൽ നിങ്ങൾക്ക് ഇത്രയങ്ങ് കൊള്ളേണ്ട ആവശ്യമുണ്ടോ? ഒരു കുട്ടി ഇപ്പൊ ചന്ദനക്കുറ ഇട്ടിട്ടോ അല്ലെങ്കിൽ ശബരിമല പോവാൻ മാല ഇട്ടിട്ടോ ഹിജാബ് ഇട്ടോ കഴുത്തിൽ കൊന്തയിട്ടോ സ്കൂളിലേക്ക് വന്നാൽ ആർക്കും ഇത്ര ചൊറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന സമയത്ത് കർത്താവിനോട് പോയി നല്ലൊരു മനസ്സുണ്ടാകാൻ ഒന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. അതിന്റെ ഇടയിൽ സിസ്റ്ററുടെ ഒരു ഡയലോഗ് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്നേഹത്തോടെ ആ കുട്ടിയോട് അഴിച്ചു വെക്കാൻ പറഞ്ഞെന്ന്. സ്നേഹത്തോടുകൂടി പുഞ്ചിരിച്ച് വിഷം തന്നാലും കുടിക്കണോ സിസ്റ്ററെ? ഒരുപാട് സ്കൂളുകൾ മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്നുണ്ട്. അവിടെയെല്ലാം വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളും അധ്യാപകരും സേവനം ചെയ്യുന്നുണ്ട്. അവിടെ യൂണിഫോമിന്റെ കൂടെ അതാത് മതത്തിന്റെ ആചാരങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ആ മതത്തെ അറിയിക്കുന്ന ചില അടയാളങ്ങളോ കുട്ടികൾ ധരിച്ചാൽ ആരും അത് അഴിച്ചു വെക്കാൻ പറഞ്ഞതായി ഞാനിതുവരെ കേട്ടിട്ടില്ല. മുസ്ലിം മാനേജ്മെന്റ് അങ്ങനെ തീരുമാനം എടുത്തതായി ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടുകൂടിയില്ല. ഇനി എനിക്ക് മുസ്ലിങ്ങളോടാണ് പറയാനുള്ളത്, ഇങ്ങനെ വിഷം തുപ്പുന്ന വർഗീയവാദികളുടെ സ്കൂളുകളിലേക്ക് നിങ്ങളുടെ മക്കളെ പറഞ്ഞു വിടാതിരിക്കുക. നിങ്ങളുടെ മക്കൾ ഇസ്ലാമിക വേഷവിധാനത്തിൽ സ്കൂളുകൾ പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവിടെ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്. അതുപോലെ തന്നെ മതസൗഹാർദ്ദം ഊത്തുലയുന്ന ഒരുപാട് അന്യമത വിശ്വാസികളുടെ മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്. അവിടേക്ക് വിടുക നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ. സാധുവായി ഞാനൊക്കെ പഠിച്ചത് എന്റെ നാട്ടിലെ ഓച്ചറയിലെ പ്രയാർ എന്ന് പറയുന്ന സ്കൂളിലാണ്. 95% ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന സ്കൂള്. ഒരിക്കൽ പോലും ഒരു നോട്ടം കൊണ്ട് പോലും മുസ്ലിമായിന്റെ പേരിൽ അവർ ഞങ്ങളെ വേദനിപ്പിച്ചിട്ടില്ല. ഒരു പ്രയാസം വരുമ്പോ അവർ ചേർത്ത് പിടിക്കുമ്പോൾ ഒരു ഉമ്മയുടെ ഉപ്പയുടെ കരുതലാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. 90% സ്കൂളുകളും ഇങ്ങനെ തന്നെയാണ്. അതിൽ ചില എണ്ണം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കാണുമ്പോഴാണ് ഇവറ്റകളെ കൊണ്ടുപോയി വല്ല കിണറ്റിനും കളയാൻ തോന്നുന്നത്. എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ എന്റെ ദുബായ് യാത്രയിൽ എനിക്ക് ഭക്ഷണം വാങ്ങി തന്നെ എന്റെ നോമ്പ് തുറപ്പിച്ചത് ആ സ്കൂളിലെ ശ്രീകല ടീച്ചറുടെ മകനായ അർജുനാണ്. ഇപ്പോഴും ആ സ്നേഹം അങ്ങനെ തന്നെയാണ്. ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന സ്വഭാവയെ ഒന്ന് അവസാനിപ്പിക്കുന്ന നല്ലതാ. കൗശലക്കാരായ കുറുക്കന്മാരുടെ കൂടെയാണ് ഇപ്പൊ നിങ്ങളുടെ സഹവാസം. സൂക്ഷിക്കണം, ഒരു നാൾ അവർ നിങ്ങളെയും വേട്ടയാടും. കാണാം, കാത്തിരുന്നു. അപ്പോൾ ഉസ്താദിൻ്റെ പ്രതികരണം കേട്ടല്ലോ. ഇനി നമ്മുടെ ഒരു ഫാദർ ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും കൂടി കേട്ട് നമുക്ക് ആ സിസ്റ്ററുടെ ഇന്നത്തെ ഒരു പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. ഈ വർഗീയത കളിക്കുന്ന CPM-ഉം വർഗീയത കളിക്കുന്ന കോൺഗ്രസും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ പ്രശ്നമുണ്ടാക്കിയത് ആരാണ്? ഒക്ടോബർ 10 ഈ പിതാവ് അവിടെ വന്നപ്പോ, ഈ കുട്ടിയുടെ പിതാവ് അവിടെ വന്ന് സംസാരിച്ചപ്പോ ഒരാൾ കൂടെ ഉണ്ടായിരുന്നല്ലോ. അതാരാണ്? തൃപ്പൂണിത്തുറയിലെ STPI-യുടെ നേതാവാണ് അവിടെ വന്ന് സംസാരിച്ചത്. അവരോട്, സിസ്റ്റേഴ്സിനോട് കൃത്യമായി പറഞ്ഞതാണ്. STPI-യുടെ തൃപ്പൂണിത്തുറയിലെ നേതാവ്. ഇനി അവര് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് 6-7 പേര് ഇടിച്ചു കയറി വന്ന് മൊബൈലൊക്കെ ആയിട്ട് ബഹളം ഉണ്ടാക്കി അവിടെ ലൈവ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇടിച്ചു കയറി വന്നല്ലോ. അതാരാണ്? STPI ആണ്. ഇവിടെ നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കാനായിട്ട് മത തീവ്രവാദികൾ ഇവിടെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ആ കുട്ടി ഈ ജൂൺ മാസത്തില് ആണ് അവിടെ വന്ന് ചേർന്നത്. ഈ കുട്ടി 3-ാമത്തെ സ്കൂളിലാണ് പഠിക്കുന്നത്. 3-ാമത്തെ സ്കൂളിൽ
എന്തുകൊണ്ട് അന്വേഷിക്കണ്ടേ? എന്തുകൊണ്ട്? അപ്പോൾ എന്തുകൊണ്ട് അന്വേഷിക്കണ്ടേ? ഫാദറെ, വർഗീയത ആരാണ് പ്രചരിപ്പിക്കുന്നത്, ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ളത് ഫാദർ ഒന്ന് മനസ്സിലാക്കണം. എന്തായാലും ഒരു ഹിജാബ്, ഇപ്പോൾ സിസ്റ്റർ പ്രിൻസിപ്പാൾ ഇട്ടിരിക്കുന്ന വസ്ത്രം, അതുപോലെ ഒരു ഹിജാബ്, ഒരു തട്ടം തലയിൽ ഇടുന്നതാണോ നിങ്ങൾക്ക് ഇത്ര പ്രശ്നം? അപ്പോൾ എന്തായാലും ഈ പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞ കാര്യം കൂടി നമുക്ക് കേട്ട് വരാം. ഇതിൽ പറയുന്ന ഒരു കാര്യം, വലിയ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സ്കൂളിന്റെ ഭാഗത്തു നിന്ന് കുട്ടിക്ക് വേണ്ട മൗലികാവകാശം നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണോ സംഭവിച്ചത്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ വി വോണ്ട് ഡിനൈ. ഞങ്ങൾ ഒരിക്കലും കുട്ടിയെ പുറത്താക്കിയിട്ടില്ല. സ്റ്റിൽ നൗ ഷീ ഈസ് അവർ സ്റ്റുഡന്റ്. ഇപ്പോഴും അഡ്മിഷൻ രജിസ്റ്ററിൽ ഷീ ഈസ് പ്രസന്റ്ലി ഷീ ഈസ് അവർ സ്റ്റുഡന്റ്. സത്യവിരുദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് എവിഡൻസോട് കൂടെ അത് അങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി വിട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഈ മതപരമായ ഒരു അവകാശം, മൗലികമായ അവകാശമാണ്, ഭരണഘടനാപരമായ അവകാശമാണ്. ആ അവകാശത്തെയാണ് ലംഘിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം മൗലിക അവകാശത്തിന് അപ്പുറമായി മറ്റൊരു അവകാശമില്ല, റൂളില്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അപ്പോൾ ഭരണഘടനയെ അനുസരിക്കാൻ ബാധ്യസ്ഥമാണ് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. ഇതില് കൂടുതലായിട്ടും വേറെ പറയാനുള്ളത്, കോടതി എന്താണോ നമുക്ക് തന്നിരിക്കുന്നത് ദാറ്റ് ഇസ്. നിലവില് ഒത്തിരിയേറെ മുസ്ലിം സ്റ്റുഡൻസ് നമുക്കിവിടെ പഠിക്കുന്നുണ്ട്. അവരെല്ലാം സെയിം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇത്. അത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി നമ്മുടെ കുട്ടിയുടെ പിതാവ് ഇന്നലെ ന്യൂസ് ചാനലുകൾക്ക് അദ്ദേഹം പരസ്യമായി തന്നെ ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ സ്കൂളിന്റെ നിയമത്തിനോട് ചേർന്ന് പ്രവർത്തിക്കും എന്നുള്ള ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെയും പാരന്റിനെ മീറ്റ് ചെയ്തിട്ടില്ല. സൂൺ ഉടനെ തന്നെ പാരന്റിനെ മീറ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് DDA ഓഫീസിൽ നിന്ന് ഒരു കോള് വന്നിട്ടുണ്ട്. നമ്മൾ അവർ അഭ്യർത്ഥിച്ചതിന് പ്രകാരം DDA ഓഫീസിൽ 11 മണിക്ക് നമ്മൾ മെയിൽ വിട്ടിട്ടുണ്ട്. അദ്ദേഹം വിളിച്ചു പറയുന്നത് അത് ആ മെയിൽ അവിടെ ഇരുന്നോട്ടെ. എനിവേ വി ഹാവ് ടു ഗെറ്റ് ദ റെസ്പോണ്ട് ഓഫ് ദ പാരന്റിന്റെ റെസ്പോണ്ട് എഴുതി മേടിച്ച് അതും കൂടെ ഇനി നാളെ ഒരിക്കലും അത് വയലേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റെസ്പോണ്ടാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഹിജാബ് ധരിക്കാൻ കുട്ടിക്ക് അവകാശം കൊടുക്കില്ല എന്നുള്ളതാണോ? എന്താണ് സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്? നിലവിലെ തീരുമാനം മതേതരത്വ രാജ്യമാണ്. ഇവിടെ എല്ലാ കുട്ടികളും ഈക്വലാണ്. എല്ലാവരും ഈക്വലാണ്. ഒരു ഈക്വലായിട്ട് കുട്ടിയുടെ ആവശ്യമില്ല, അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമല്ലേ അത്? ഇത് ഈക്വലായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഓരോ കുട്ടിക്കും ഒരു സ്റ്റാൻഡേർഡ് റൂളിന്റെ അകത്ത് ഒരിക്കലും ഇന്ന ആള് ഇന്ന ധരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന ആള് ഇത് ധരിക്കണം എന്നുള്ളത്, ഈ മതത്തിൽപ്പെട്ടവർ ഇത് ധരിക്കണമെന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല. അതുള്ള സത്യമാണ്. അപ്പോൾ സിസ്റ്ററെ ഇന്നത്തെ പ്രിൻസിപ്പാളിൻ്റെ ഇന്നത്തെ ആ വിഷയം അവർ പറയുമ്പോൾ തന്നെ അവർക്ക് അവരുടെ ആ വർഗീയത, അവരൊക്കെ എന്ത് ടീച്ചറാണ് അല്ലെങ്കിൽ എന്ത് പ്രിൻസിപ്പളാണ്, ഒരു കാര്യവും ഒരു വിഷയവും ആക്കേണ്ടാത്ത എത്രയോ കുട്ടികൾ ഹിജാബ് ഇട്ടിട്ട് പഠിക്കുന്നു. അതുപോലെ ഒരു തട്ടം, അത് അവർ യൂണിഫോം കീപ്പ് ചെയ്ത് അതിൻ്റെ ശേഷമാണ് അത് ഉപയോഗിക്കുന്നത്. അതൊന്നും ഒരു വലിയ വിഷയമാക്കണ്ട. ഇതൊക്കെ ഇവരുടെ മനസ്സിൽ ഇവരൊക്കെ ടീച്ചർമാരാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നതിൽ എന്താണ് കാര്യമുള്ളത്? ഇവരൊക്കെ മനസ്സിൽ എന്താണ് കൊണ്ടു നടക്കുന്നത്? ഈ കേരളത്തെ ഇത്രയും വർഗീയമായി ഒരു ചേരിത്തിരിവുണ്ടാക്കുന്ന ഇവരൊക്കെ ഇട്ട വസ്ത്രത്തിനോട് ഇവർ എന്തെങ്കിലും മാന്യത പുലർത്തുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ മനസ്സിൽ വേറൊന്ന് വെച്ച് നടക്കുക, രൂപം വേറൊരു രീതിയിൽ. അത്തരം ആളുകളുടെ സ്കൂളിൽ ഈ ഉസ്താദ് പറഞ്ഞ പോലെ സ്കൂളുകളിലേക്ക് താല്പര്യമില്ലാത്തവർ കുട്ടികളെ പറഞ്ഞയക്കരുത് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യം. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.